മിശിഹായിൽ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. തനിക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് പരസ്യമായി പ്രകീർത്തിച്ചുകൊണ്ട് കർത്താവ് പ്രസ്താവിക്കുകയാണ്, സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ മറ്റാരുമില്ല എന്ന്. എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ മനുഷ്യവംശത്തിൽ വെച്ച് തന്നെ ഏറ്റവും നല്ലവനാണ് എന്ന് കർത്താവ് വിലയിരുത്താൻ കാരണമാകുന്നത്? സ്നാപകൻ താപസനായിരുന്നു. ബൈബിളിൽ വേറെയും താപസരായ വ്യക്തികളെ കാണും. സ്നാപക യോഹന്നാൻ വളരെ ആത്മീയ ചൈതന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ചൈതന്യമുള്ള വ്യക്തികളെ വേറെയും കാണും. ധർമ്മിഷ്ഠനും നീതിബോധമുള്ളവനുമായിരുന്നു. ഒരു രക്തസാക്ഷിയുടെ ആവേശമുള്ളവനായിരുന്നു. വേറെയും അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. സ്നാപകന്റെ സ്വഭാവത്തിൽ മാത്രമുള്ള, സ്നാപക യോഹന്നാനെ കുറിച്ച് മാത്രം എഴുതപ്പെട്ട ഒരു പ്രത്യേക അഭിപ്രായ വിലയിരുത്തൽ അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 1:15 അവിടെ നമ്മൾ വായിക്കുന്നു, വീഞ്ഞോ ലഹരി പദാർത്ഥങ്ങളോ അവൻ ഉപയോഗിക്കില്ല. ബൈബിളിൽ മറ്റാരെ കുറിച്ചും ഇങ്ങനൊരു വാചകം ഇല്ല. എന്ന് വെച്ചാൽ അവരൊക്കെ വീഞ്ഞും ലഹരിയും ഉപയോഗിച്ചിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്രകാരം ഒരു വാചകം സ്നാപകനെ കുറിച്ച് മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ജോൺ മരിയ ഹാവ് എന്നൊരു അച്ഛൻ ഒരു സന്യാസ സമൂഹത്തിന് തുടക്കം കുറിച്ചു. ആരെയാണ് സ്വർഗീയ മധ്യസ്ഥനായിട്ട് സ്വീകരിക്കേണ്ടത്? അദ്ദേഹം ബൈബിളിലുള്ള കഥാപാത്രങ്ങളെ നോക്കി വിശുദ്ധരുടെ പേരുവിവര പട്ടിക പരിശോധിച്ചു. അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ സ്നാപക യോഹന്നാനെയാണ്. കാരണം വീഞ്ഞോ ലഹരി പദാർത്ഥങ്ങളോ അവൻ ഉപയോഗിച്ചില്ല. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സഭാപിതാവാണ് സുവർണ ജിഹുവൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ജോൺ ക്രിസോസ്റ്റോം. അദ്ദേഹത്തിൻ്റെ മനോഹരമായ അർത്ഥവത്തായ ഒരു വചനമുണ്ട്, മദ്യപാനികളായ ക്രിസ്ത്യാനികളെക്കാൾ സുബോധമുള്ള വിജാതീയരെയാണ് എനിക്ക് താല്പര്യം. സഭാപിതാവിൻ്റെ ആ അഭിപ്രായ പ്രകടനം ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ സമകാലീന സമൂഹത്തിൽ സ്നാപകനെ തീർച്ചയായും മാതൃകയായി, ആദർശധീരനായി നമ്മൾ അംഗീകരിക്കണം, അനുകരിക്കണം. സ്നാപകൻ വഴിയൊരുക്കാൻ വന്നവനാണ്. യേശുവിൻ്റെ മാതൃക ഈ കാര്യത്തിൽ എന്താണ്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേദന സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴാ കുടിക്കാൻ പോണെ. ഒരുപാട് പേര് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ പ്രാപ്തരല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ലഹരികളുടെ പിന്നാലെ പോകുന്നത്. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിച്ച വ്യക്തിയാരാ? നമ്മുടെ കർത്താവല്ലേ. കുരിശിൽ കിടന്ന് അപാരമായ വേദന അനുഭവിക്കുന്ന കർത്താവിനേക്കാൾ ശാരീരികമായും മാനസികമായും വേദനിച്ച ആരാ ഉള്ളത്? അവസാന നിമിഷത്തിൽ വേദന സംഹാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ചുറുക്കയിൽ നീർപ്പഞ്ഞു മുക്കിയെടുത്ത് ഞാങ്ങളയിൽ വെച്ച് കെട്ടി അവിടുത്തെ അധരങ്ങളോട് അടുപ്പിച്ച് ഒരു പടയാളി. കർത്താവ് എന്താ ചെയ്തേ? മോന്തി കുടിച്ച് തീർക്കുക അല്ല, രുചിച്ചെങ്കിലും കഴിച്ചില്ല, കുടിച്ചില്ലെന്ന് തന്നെയാണ് ബൈബിള് പറയണത്. എന്തത് നൽകുന്ന പാഠം? വേദന, സഹനം, ഇതെല്ലാവരുടെ ജീവിതത്തിലുണ്ട്. മനുഷ്യ ദൈവപുത്രന്റെ ജീവിതത്തിൽ പോലും ഇതാണ് ഉണ്ടായത്. അങ്ങനെ വരുമ്പോ ലഹരിയുടെ വഴിയിലൂടെയല്ല അതിനെ പ്രതിരോധിക്കേണ്ടത്. ലഹരി കഴിച്ചിട്ടല്ല, അതുകൊണ്ട് ഈ പ്രശ്നം തീരാൻ പോണില്ല എന്നൊരു തിരിച്ചറിവ്, ഒരു തീരുമാനം കൈക്കൊള്ളാനല്ലേ കർത്താവ് ഈ മാതൃക നമുക്ക് നൽകിയത്.
വഴിയൊരുക്കാൻ വന്ന സ്നാപകനെ കുറിച്ച് സ്ത്രീകളിൽ ഏറ്റവും മഹത്താനായ വ്യക്തിയാണ് എന്ന് പറയുന്ന ആ സ്നാപകൻ ലഹരിയും വീഞ്ഞും അങ്ങ് കഴിച്ചിരുന്നില്ല എന്ന് നമ്മൾ അധികം പറയില്ല. വേദന കൊണ്ട് പുളയുമ്പോൾ പോലും കുരിശിൽ കിടന്ന് ആ മരണത്തിന്റെ വിനാഴികയിലൂടെ കടന്നു പോകുമ്പോഴും ഈ ചുറുക്ക പോലും കുടിച്ചില്ല കർത്താവ് എന്നും അധികം പേര് പറയില്ല. പിന്നെ എന്താ പറയാറ്? കൂടുതലും പറയാൻ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ആവേശം കാണിക്കണത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആരംഭത്തില് കാനായില് കല്യാണത്തില് വെള്ളം വീഞ്ഞാക്കി കുടിച്ച് കുടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ കർത്താവിനെ ഒരു അബ്കാരിയുടെ അലങ്കാരം അണിയിച്ച് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തി എന്ന പോലെ അവതരിപ്പിക്കുന്നതിന് മത്സര ബുദ്ധിയ ചില ആസൂത്രിത കേന്ദ്രങ്ങളൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ എന്താ സംഭവിച്ചത്? കർത്താവ് സാരോപദേശങ്ങൾക്ക് ഉപമകൾ അരുളി ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളും പോയി ചെയ്തോളോ, ഞാൻ ഈ ചെയ്ത് കാണിച്ചതുപോലെ നിങ്ങളും ചെയ്ത് കാണിച്ചോളോ എന്ന് പറയാറുണ്ട്. പക്ഷേ കാനായിലെ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതം കഴിഞ്ഞ് ഞാൻ ചെയ്ത ഈ കാര്യം വെള്ളം കാണുന്നിടത്തൊക്കെ നിങ്ങളത് വീഞ്ഞാക്കി മാറ്റി എന്നെ അനുകരിച്ച് കുടിച്ചോളോ എന്ന് അവിടെ പറഞ്ഞിട്ടില്ലേ? ഈ അത്ഭുതം അതിലൂടെ എന്താ സംഭവിച്ചേ? കുറെ പേർ വിശ്വസിച്ചു എന്ന യോഹന്നാൻ സുവിശേഷകൻ എഴുതിയിരിക്കണേ. അല്ലാണ്ട് കുറെ പേര് വീഞ്ഞുണ്ടാക്കാൻ പഠിച്ചു എന്നല്ല. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കുടിച്ച് ആർമാദിക്കണം എന്നൊരു സന്ദേശം അവർ സ്വന്തമാക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കണേ. ഒരു അത്ഭുതം സംഭവിച്ചു. അനേകർ അവിടുന്ന് വിശ്വസിച്ചു. തൻ്റെ മകന്റെ അടുത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു മാധ്യസ്ഥ്യ മഹാവൈഭവ സാധ്യതയുണ്ടെന്ന് അത് വ്യക്തമാക്കി. യേശുവിന് ഈ പ്രകൃതിയുടെ നിയമങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിൽ അതിന് പരിഹാരം ചെയ്യാൻ ദൈവികമായ ശക്തിയുണ്ടെന്ന് അവിടെ തെളിഞ്ഞു. അതിനെക്കുറിച്ച് സുവിശേഷത്തിൽ എന്താ എഴുതിയിരിക്കണേ? ഇത് അവിടുന്ന് പ്രവർത്തിച്ച ആദ്യത്തെ അടയാളമാണ് എന്നാണ്. എന്തുമാത്രം വീഞ്ഞുണ്ടാക്കി, എന്തോരം ഒരു കുടിച്ചു, എത്ര പേരെ കുടിപ്പിച്ചു, ഇതൊന്നും അവിടെ പ്രശ്നമല്ല. സുവിശേഷകന്റെ ലക്ഷ്യം അത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഒരു വഴികാട്ടിയ ഒരുക്കം കൊടുത്ത് പ്രചോദനമായി തീർന്ന ഒരു അടയാളമാണ്. ആദ്യത്തെ അടയാളം. ആദ്യത്തെ അടയാളത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അവസാനത്തെ അടയാളത്തോട് ചേർത്ത് വായിക്കണം. അവസാനത്തെ അടയാളം കർത്താവ് വീഞ്ഞിനെ തൻ്റെ തിരുരക്തമാക്കി മാറ്റി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതാണ്. ആദ്യത്തെ അടയാളം കാനായിൽ അരങ്ങേറുമ്പോൾ അവിടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യമുണ്ട്. അവസാനത്തെ അടയാളത്തിന്റെ പരിസമാപ്തി ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ സംഭവിച്ചപ്പോൾ അവിടെയും പരിശുദ്ധ അമ്മ സന്നിഹിതയാണ്. വീഞ്ഞ് എടുത്ത് ഇത് എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറം കാണുന്നവർക്ക്, അതിൻ്റെ രാസഘടന അറിയുന്നവർക്ക് ദൈക്ഷണികമായി അത് അംഗീകരിക്കാൻ വിശ്വസിക്കാൻ എളുപ്പമല്ല. പക്ഷേ ഇതാരോടാ പറഞ്ഞ്? ശിഷ്യരോട്. വർഷങ്ങൾക്ക് മുൻപ് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവനാ ഇത് പറയണേ. വെള്ളം വീഞ്ഞാണെന്ന് പറഞ്ഞ് പരിചാരകർക്ക് കൊടുത്തപ്പോ അത് വീഞ്ഞായല്ലോ. അവൻ തന്നെയാണ് ഇപ്പോൾ ഈ വീഞ്ഞ് രക്തമാണ് എന്ന് പ്രഖ്യാപിച്ചത്. അവർക്ക് അത് വിശ്വസിക്കാൻ എളുപ്പമായി. അവസാനത്തെ അടയാളത്തെ അംഗീകരിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ അടയാളമാണ് കാനായിലെ കല്യാണം. നമുക്ക് പരിചയമുള്ളൊരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനം. അതിൽ പറയുന്നു,
ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ദൈവപിതാവ് ഈ ചെറിയവരിൽ, എളിയവരിൽ ഒരാൾ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എത്രയോ ചെറിയവരാണ് ഓരോ മദ്യ ഷോപ്പിലും നശിച്ചു പോകണത്. കുട്ടിച്ചും കുട്ടിപ്പിച്ചും നശിച്ചും നശിപ്പിച്ചും ഓരോ മദ്യ ആലയവും നമ്മുടെ നാട്ടിൽ കൊലയറ തീർക്കുകയാണ്. സാധാരണ മനുഷ്യന്റെ ചോരയും നീരും അവൻ്റെ അധ്വാന ഫലവും ഊറ്റിയെടുത്ത് വലിച്ചെടുത്ത് വസൂലാക്കി പ്രവർത്തിക്കുന്ന ഒരു രക്തരക്ഷസ ഓരോ മദ്യവ്യാപാരിയും. ഒരു സംഭവം കൂടി പങ്കുവയ്ക്കട്ടെ. 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് മിലാനിലെ അംബ്രോസ് കൈക്കൊണ്ട ധീരോദാത്തമായ ഒരു നടപടി ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളത്. മഹാപ്രതാപശാലിയായ തയഡോഷ്യസ് ചക്രവർത്തി തെസലോനിക്കയിൽ കുറേ പേരെ കൂട്ടക്കൊല ചെയ്തു. അതും കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ രാജകീയമായ വേഷവിധാനങ്ങളോടെ അദ്ദേഹം മിലാനിലെ കത്തീദ്രലിൻ്റെ കവാടത്തിലെത്തുന്നു. വിശുദ്ധ അംബ്രോസാണ് അന്നത്തെ മെത്രാൻ. ഈ ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് അംബ്രോസ് ഒരു ധർമ്മനിഷ്ഠനായ പ്രവാചകന്റെ ധീരതയോടും തീക്ഷ്ണതയോടും കൂടി പറഞ്ഞു, ഈ പരിശുദ്ധമായ പള്ളിയകത്ത് കടക്കാൻ അങ്ങേക്ക് യാതൊരു അവകാശവും അർഹതയുമില്ല. അംബ്രോസിന്റെ നിർബന്ധത്തിന്റെ മുൻപിൽ ചക്രവർത്തി മുട്ടുമടക്കി മുട്ടുകുത്തി പരസ്യമായി പ്രായശ്ചിത്തം ചെയ്തു. അതിനുശേഷം പള്ളിയകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. കുടിച്ചും കുടിപ്പിച്ചും മദ്യമുണ്ടാക്കിയും വിറ്റും വിതരണം ചെയ്തും ഒരുപാട് കൊലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഭയ്ക്കും സമുദായത്തിനും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കഥനത്തിൻ്റെ കണ്ണീർ കയങ്ങൾ ചമയ്ക്കുന്ന, ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ പള്ളിയിലേക്ക് കടന്നു വരികയും കുർബാന സ്വീകരിക്കാൻ കൈനീട്ടുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പേരെ കൈകാര്യം ചെയ്യാൻ എന്നാണ് നമുക്ക് അംബ്രോസുമാരുണ്ടാവുക. ജോർജ് ബെർണാഡ് ഷോ രചിച്ച ജോവാൻ ഓഫ് ആർക്ക് എന്ന നാടകത്തിൻ്റെ അവസാനത്തെ വാചകം ഗ്രന്ഥകാരൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. അല്ലയോ ദൈവമേ, അങ്ങയുടെ വിശുദ്ധരെ സ്വീകരിക്കാൻ ഈ ലോകം എന്നാണ് തയ്യാറാവുക? എന്നാണ് നമുക്ക് അംബ്രോസുമാരെ കിട്ടുക? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.